അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു മെഡിസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ബ്രാൻഡ് നെയിം വരുന്നത് ഇവിയോൺ എന്നാണ്. ഇത് പല ക്വാണ്ടിറ്റിയിലും നമുക്ക് അവൈലബിൾ ആണ്. 200, 400, 600, 800 അങ്ങനെ പല ക്വാണ്ടിറ്റിയിലും മിക്ക മെഡിക്കൽ ഷോപ്പുകൾക്ക് നമുക്കിത് അവൈലബിൾ ആണ്. അപ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഇത് നമ്മുടെ സ്കിന്നിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, ഹെയറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, ഇത് ഡെയിലി സപ്ലിമെൻ്റ് ആയിട്ട് കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കുമോ, അങ്ങനെയൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് വൈറ്റമിൻ ഇ എന്നുള്ളതാണ്. വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള മിക്ക പ്രോസസ്സിനും ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ്. നമ്മുടെ മെറ്റബോളിസത്തിനായാലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനായാലും വൈറ്റമിൻ ഇ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലും അല്ലാതെയും ഈ വൈറ്റമിൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പിലാണുള്ളത്. ഫാറ്റ് സോല്യുബിൾ വൈറ്റമിനും വാട്ടർ സോല്യുബിൾ വൈറ്റമിനും. ഈ ഫാറ്റ് സോല്യുബിൾ വൈറ്റമിനിൽ വരുന്നതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ ഫാറ്റിൽ അലിയുന്നതും വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ അലിയുന്നതുമാണ്. നമ്മുടെ ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഫാറ്റിൽ അലിയുന്ന വൈറ്റമിനാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഇത് അബ്സോർബ് ചെയ്യാനായിട്ട് ഫാറ്റിൻ്റെ പ്രസൻസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ ഇത് കഴിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കൂടെയാണ്. ഒരിക്കലും എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിച്ചാലും നമുക്കിത് അത്ര എഫക്റ്റ് ചെയ്യില്ല. അഥവാ നമുക്ക് എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇറിറ്റേഷനൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഫുഡിൻ്റെ കൂടെ, അതായത് ഫാറ്റിൻ്റെ പ്രസൻസിൽ വേണം നമ്മളിത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് നാച്ചുറലി നമുക്ക് വൈറ്റമിൻ ഇ എങ്ങനെയൊക്കെ കിട്ടുമെന്ന് നോക്കാം. കൂടുതലായിട്ടും നമ്മുടെ ഈ ഇലക്കറികൾ, അതുപോലെ കളേർഡ് ഫ്രൂട്ട്സ്, കളേർഡ് വെജിറ്റബിൾസ്, പിന്നെന്താ എഗ്ഗ്, ഇതിലൂടെയൊക്കെ നമുക്ക് കൂടുതലായിട്ടും വൈറ്റമിൻ ഇ കിട്ടാറുണ്ട്. പക്ഷേ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുന്നതും വൈറ്റമിൻ ഇ അല്ലാതെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നാച്ചുറലായിട്ട് നമ്മൾ കഴിക്കുന്നതാണെങ്കിൽ നോർമലി നമ്മുടെ ബോഡിയുടെ ഫങ്ഷനിൽ തന്നെ നമുക്കത് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുകയാണ്, അതായത് മെഡിസിൻ ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്കുള്ള എഫേർട്ട് കൂടും. എപ്പോഴാണെങ്കിലും നമ്മൾ നാച്ചുറലി എന്ത് വൈറ്റമിൻസ് ആയാലും നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ചെല്ലുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. വൈറ്റമിൻ ഇ നല്ലതാണ്, പക്ഷെ ചില സമയങ്ങളിൽ നമുക്കത് ദോഷമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എല്ലാത്തിലും യൂസ് ചെയ്യാറുണ്ടല്ലേ. നമ്മുടെ ഹെയറിൽ പുരട്ടാനാണെങ്കിലും മുഖത്ത് പുരട്ടാനാണെങ്കിലും നമ്മുടെ ഫേസ് പാക്കുകളിലായാലും നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലും സ്കിന്നിലും ഒക്കെ പുരട്ടാവുന്ന ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കും. നമ്മളിപ്പം ഡയറക്റ്റ് ഇതിൻ്റെ ഓയിൽ എടുത്ത് പുരട്ടുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് ഇത് കുരുക്കൾ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൂടുതലും മാക്സിമം നമ്മളിത് തനിച്ചായിട്ട് യൂസ് ചെയ്യാതെ എന്തിനെങ്കിലും കൂടെ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ പാക്കിൽ വല്ലതും ആഡ് ചെയ്തോ തേക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഡോക്ടർമാരും അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാറില്ലല്ലേ. ചില പ്രശ്നങ്ങളിൽ മാത്രമേ ഡോക്ടേഴ്സ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ. കൂടുതലും പേര് മറ്റൊരാൾ അറിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ എഫക്റ്റ് കണ്ട് അവരുടെ ആ ഒരു വ്യത്യാസം കണ്ടിട്ടൊക്കെ ആയിരിക്കും കൂടുതലും പേര് യൂസ് ചെയ്യുന്നത്. എല്ലാവരും പറയാറുണ്ട് വൈറ്റമിൻ ഇ എന്നും കഴിക്കുന്നത് നല്ലതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടായിരിക്കും കൂടുതലും പേര് യൂസ് ചെയ്യുക. ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ചില പ്രശ്നങ്ങളിൽ. എങ്കിലും ഒരു 3 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് ഡോക്ടർമാർ ഒരിക്കലും പ്രിസ്ക്രൈബ് ചെയ്യും. നമ്മൾ മെയിനായിട്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ ഉള്ളിൽ വൈറ്റമിൻ ഇൻടേക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഏതൊരു മെഡിസിൻ ആയാലും അളവിൽ കൂടുതലായാൽ നമുക്ക് നെഗറ്റീവ് തന്നെയാണ്. അത് കാരണം എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യുക, ഓവർ യൂസ് ഒഴിവാക്കുക.